പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിൽ ഹുസൈന്റെ വീട്ടിൽ നിന്ന് ന്യൂസ് മലയാളം സംഘം ചേരുന്നു. സഞ്ചാരികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആദിൽ ഭീകരരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. ശരത് ലാൽ ചേരുന്നു വിവരങ്ങളുമായി. ശരത് ലാൽ, സ്വയം ജീവൻ രക്ഷിക്കാമായിരുന്നിട്ടും ഒപ്പമുണ്ടായിരുന്ന സഞ്ചാരികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭീകരരോട് പൊരുതിയ വ്യക്തിയാണ് ആദിൽ. ആദിലിന്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ശരത് ലാൽ ചേരുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ ഇപ്പോൾ? ബന്ധുക്കൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇതിപ്പോൾ നമ്മൾ ഇവിടെ എത്തിയുള്ളൂ. കാരണം ആദ്യമായിട്ട് അതിൻ്റെ വീട്ടിലെത്തുന്ന ഒരു മലയാളം ചാനലാണ് ന്യൂസ് മലയാളം. കാരണം വളരെ കടമ്പകൾ കടന്നു വേണം ഇവിടെ എത്താൻ. 40 കിലോമീറ്റർ അകലെയാണ് പഹൽഗാമിൽ നിന്നുള്ള കുന്നിൻ ചെരുവിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തുള്ള വീടാണിത്. ഇതിൽ ആദിലിൻ്റെ പിതാവ്, വീട്ടുകാർ ഒക്കെ ഇവിടെ ഉണ്ട്. കാരണം ആദിൽ ഒരു ദേശീയ രക്തസാക്ഷിയാണ്. നമ്മളെ മറ്റുള്ള ഇവിടെ ഇത്രയും ജീവനം നേരത്തെ നമ്മൾ കണ്ടപ്പോൾ നാഷണൽ കോൺഫറൻസ് ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞത് ആദിൽ ഇല്ലായിരുന്നെങ്കിൽ മരണസംഖ്യ ഇതിലേ കൂടുമായിരുന്നു. ആദിലാണ് ഇത്രയും കാര്യങ്ങളിൽ ഇത്രയും മരണസംഖ്യ കുറയുന്നതിൽ കാരണം. രക്തസാക്ഷി അതിന് കേന്ദ്ര സർക്കാർ പൈസ കൊടുക്കണം എന്നുള്ള ആവശ്യങ്ങൾ അവർ നമ്മളോട് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ആദിലിൻ്റെ വസതിയിൽ ആദിലിൻ്റെ അച്ഛനാണ് ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിലിൻ്റെ ഫാദറാണ്. വളരെ പാവപ്പെട്ട ഫാമിലിയാണ്. വീടുകൾ നോക്കിയാൽ അറിയാം, വളരെ പാവപ്പെട്ട വീടാണ്. അത് മുകളിലേക്ക് ഈ പാവപ്പെട്ട ഇത്രയും വളരെ പാവപ്പെട്ട ഒരു 22 വയസ്സുള്ള വീട് പോറ്റാൻ വേണ്ടി ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട വ്യക്തിയാണ് ആദിൽ. അപ്പോൾ ആദിൽ ഒരു നാഷണൽ ഹീറോ തന്നെയാണ് ആദിൽ. അതനുസരിച്ചുള്ള ആദിലിൻ്റെ വസതിയിൽ ഇപ്പോൾ പോലീസ് അടക്കമുള്ള ആൾക്കാർ പോലീസ് അടക്കമുള്ള വ്യക്തികളുണ്ട്. കാരണം നമുക്ക് കാണാം, അതിൻ്റെ വസതി നമുക്ക് കാണാം. അല്പം കഴിഞ്ഞ് അതിൻ്റെ കുടുംബാക്കളോട് നമുക്ക് സംസാരിക്കാം. ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, ഇത് ടൂറിസ്റ്റ് അതിൻ്റെ സംയോജിതമായ ഇടപെടലുകൾ ടൂറിസ്റ്റുകൾക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. നിരവധി ടൂറിസ്റ്റുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അത് തന്നെയാണ് വളരെ വലിയ പ്രത്യേകത. അത് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ആദിലിൻ്റെ വസതിയാണ്. ആദിലിൻ്റെ സഹോദരനാണ് അപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ വീടാണ് അതിൻ്റെത്. ഇത് കാണാൻ ഇത് വേണ്ടി മാത്രമാണ് ഇത്രയും ദൂരെ പോയിട്ട് ഈ കുതിരക്കാരൻ്റെ ജോലി ചെയ്യുന്നത്. ഈ വസതി പുലർത്താൻ വേണ്ടി അതിൻ്റെ കുടുംബത്തെ വീട്ടിലേക്ക് വരുമാനമുള്ള വ്യക്തിയായിരുന്നു ആദിൽ എന്നാണ് ആദിലിൻ്റെ നാട്ടുകാരും വീട്ടുകാരും നമ്മളോട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദിലിൻ്റെ അച്ഛനുമായിട്ട് ഫാദറുമായിട്ട് നമുക്ക് സംസാരിക്കാം. അതിൻ്റെ പിതാവുണ്ട്. അപ്പോൾ പിതാവിൻ്റെ കൂടെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഒരു നിമിഷം നമുക്ക് ചെയ്യാൻ പറ്റും. हम केरला से है, केरला का न्यूज़ चैनल से। ठीक है, बताओ, हिंदी में बताओ, कोई भाषा में नहीं, उर्दू में बताओ आप। हाँ जी, बोलो, आप सवाल करो पहले। क्या हो गया आपको? अकेला बेटा था ना, लौता बेटा था ना? जी अकेला बेटा था, तो ऐसा वाक़ा हो गया कि उसको मैं खो दिया मैंने। उसको ने दूसरा पूरा आदमियों का जीवन रक्षा कर दिया, अपने जीवन बलिदान कर कर। जी इंसानियत के लिए तो करते हैं सभी हम। एक बात है कि उसने अगर कहीं इंसानों की जान बचाई या उन लोगों को बचाया जो उसके ग्रुप के साथ थे, उन लोगों को कुछ लोगों की जान बचाई, तो ये उसने इंसानियत कायम की, जिसकी वजह से फ़ख्र होता है। और जिन लोगों की जान बचाई उसने, उससे भी फ़ख्र है। और क्या पता अगर आदिल ना होता तो और भी कई लोगों की जान चली जाती। अब आदिल को स्टेट गवर्नमेंट कुछ हेल्प कर दिया? ശരി, ശരത്, പഹൽഗാം ഭീകരാക്രമണത്തിൽ ധീരൻ എന്ന് വിളിക്കാവുന്ന വ്യക്തിയാണ് ആദിൽ. ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു.